മലയാള സിനിമയിൽ കൂടി വരുന്ന ഒരു ട്രെൻഡാണ് ഡയറക്ടേഴ്സ് അഭിനയത്തിലേക്ക് കൂടി തിരിയുന്നത്. പലരും ഇന്ന് തിരക്കുള്ള അഭിനേതാക്കളായി മാറിക്കഴിഞ്ഞു. രാംജി റാവു സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ തുടങ്ങിയ ഹിറ്റ് മലയാള സിനിമകളുടെ ഡയറക്ടർ കോംബോ ആയിരുന്നു സിദ്ദിഖ് ലാൽ. മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ ലാൽ പിന്നീട് ഡയറക്ഷനിൽ നിന്നും അഭിനയത്തിലേക്ക് മാറി. 1997 പുറത്തിറങ്ങിയ കളിയാട്ടം സിനിമയിലെ പണിയൻ എന്ന കഥാപാത്രത്തിലൂടെ സജീവ അഭിനയത്തിലേക്ക് കടന്നു. പിന്നീട് കന്മദം, പഞ്ചാബി ഹൗസ്, ദയ, കർണൻ, വീരസിംഹറെഡ്ഡി, 2018 തുടങ്ങിയ നിരവധി സിനിമകൾ പല ഭാഷകളിലായി ഇതിനോടകം അഭിനയിച്ചു. 2012 ഒഴിമുറി എന്ന സിനിമയിലൂടെ നാഷണൽ അവാർഡും ലഭിച്ചു. എം.എൻ. കാർത്തികേയനെയും മംഗലശ്ശേരി നീലകണ്ഠനെയും ഒരുമിച്ച് മലയാളികൾക്ക് സമ്മാനിച്ച രാവണപ്രഭുവിലൂടെ സ്വതന്ത്ര സംവിധായകനായി രഞ്ജിത്ത്. കഥ, തിരക്കഥ, പ്രൊഡക്ഷൻ, അഭിനയം എല്ലാം ആ കൈകളിൽ ഭദ്രം. അന്നയും റസൂലും, അയ്യപ്പനും കോശിയും, ഗുൽമോഹർ തുടങ്ങി നടികർ തലവൻ വരെയുള്ള 15ഓളം സിനിമകളിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു മറവത്തൂർ കനവെന്ന തന്റെ ആദ്യ സിനിമ മുതൽ മീശ മാധവൻ, ക്ലാസ്മേറ്റ്സ് തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സംവിധായകനാണ് ലാൽ ജോസ്. 1993 ഭൂമിഗീതം സിനിമ മുതൽ അഴകിയ രാവണൻ, റോക്ക് ആൻഡ് റോൾ, ഓം ശാന്തി ഓശാന, സൺഡേ ഹോളിഡേ തുടങ്ങി ഒരു സർക്കാർ ഉൽപ്പന്നം മന്ദാകിനി വരെ നിരവധി കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരത്തിലൂടെ പോത്തേട്ടൻ ബ്രില്യൻസുമായി വന്ന ദിലീഷ് പോത്തനാണ് അടുത്ത ഡയറക്ടർ. സോൾട്ട് ആൻഡ് പെപ്പർ, 22 FK, ഇടുക്കി ഗോൾഡ് തുടങ്ങി ടർബോ, തലവൻ, ഗോളം കൂടാതെ ഇനിയും വരാനുള്ള നിരവധി സിനിമകൾ. ഇനി ഈ ലിസ്റ്റിലെ പ്രധാന പേര് ജോണി ആന്റണിയുടേതാണ്. C.D. മൂസ എന്ന എക്കാലത്തെയും എന്റർടൈനറാണ് ഇദ്ദേഹം ഡയറക്ട് ചെയ്ത ആദ്യ സിനിമ. വരനെ ആവശ്യമുണ്ട്, ജോ ആൻഡ് ജോ, ഹൃദയം, തല്ലുമാല, നെയ്മർ, ടർബോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, നടന്ന സംഭവം തുടങ്ങി പുതിയതായി ഇറങ്ങുന്ന സിനിമകളിലൊക്കെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ജോണി ആന്റണി. മലയാള സിനിമയിൽ വളരെ ചുരുക്കം സമയം കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഡയറക്ടറാണ് ബേസിൽ ജോസഫ്. 2013 തിരയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി വന്ന ബേസിൽ 2015 കുഞ്ഞിരാമായണത്തിലൂടെ ഡയറക്ടറായി തുടക്കം കുറിച്ച് ഗോദയിലും മിന്നൽ മുരളിയിലും എത്തി നിൽക്കുന്നു. ഹോംലി മീൽസ്, പടയോട്ടം, മനോഹരം, ജാനേമൻ, പാൽത്തു ജാൻവർ, ജയ 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 ഹേ, ഫാലമി, വർഷങ്ങൾക്കു ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങി ഇനിയും വരാനിരിക്കുന്ന സൂക്ഷ്മദർശിനി പോലെയുള്ള സിനിമകൾ വഴി മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ബേസിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പുതിയതായി ഈ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആളാണ് ജിയോ ബേബി. 2 പെൺകുട്ടികൾ എന്ന സിനിമയാണ് ജിയോ ബേബി ആദ്യം സംവിധാനം ചെയ്ത സിനിമ. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും കാതൽ ദി കോറുമാണ് വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സിനിമകൾ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, പുരുഷപ്രേതം, ഇരട്ട, മന്ദാകിനി തുടങ്ങി ഇദ്ദേഹം പ്രധാന കഥാപാത്രമായ സ്വകാര്യം സംഭവബഹുലം വരെ പുറത്തിറങ്ങി. ഇവരെ കൂടാതെ അനാർക്കലി, രണം, ലോഹം തുടങ്ങി 15ഓളം സിനിമകളിൽ ശ്യാമപ്രസാദും, പടയോട്ടം, സപ്തമശ്രീ തസ്കര, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ തുടങ്ങിയ സിനിമകളിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയും, രാപ്പകൽ, അന്നയും റസൂലും, പറവ, ഇയോബിന്റെ പുസ്തകം തുടങ്ങിയ 7ഓളം ചിത്രങ്ങളിൽ ആഷിഖ് കപൂറും, കലി, മനോഹരം, തീർപ്പ് തുടങ്ങിയ സിനിമകളിലൂടെ VK പ്രകാശും, ആക്ഷൻ ഹീറോ ബിജു, പ്രേമം, ഉടൽ, വെളിപാടിന്റെ പുസ്തകം, മന്ദാകിനി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജൂഡ് ആന്റണി ജോസഫും അഭിനയത്തിലൂടെ വെള്ളിത്തിരയിൽ തിളങ്ങിയ സംവിധായകരാണ്.